നാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായം 34 മുതൽ 36 വരെയുള്ള വചനഭാഗങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തെ പറ്റി പരാമർശിച്ചിരിക്കുക. അതിപ്പോൾ ഭക്ഷണത്താലും അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും എല്ലാം നമ്മുടെ ഹൃദയം ഇങ്ങനെ ഭാരപ്പെടുക. അപ്പം ഇത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ, അതായത് എല്ലാ മനുഷ്യരും ഇന്ന് ജീവിതത്തിൽ സംതൃപ്തി ഇല്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. കാരണം ഒന്നും തികയുന്നില്ല. എത്ര മനോഹരമായ ഭക്ഷണം കഴിച്ചാലും ഇതിലും രുചിയുള്ളത്, അതുപോലെ ഈ മദ്യം, ലഹരി, ഇങ്ങനെ പല രീതിയിലുള്ള ലഹരി അവസാനം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും പുതിയ മേഖലകളിലേക്ക്, പുതിയ ലഹരിയുടെ മേഖലകളിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുക. എത്ര പരിതാപകരമായ അവസ്ഥയാണ്. ഒരു കാലഘട്ടത്തിൽ ഭക്ഷണത്തിന് വകയില്ലായിരുന്ന സമയത്ത് എത്രയോ പ്രാർത്ഥനകൾ ഉയർന്ന വീടുകളിൽ നിന്ന് പുതിയ മേച്ചിൽപ്പുറം തേടി പ്രാർത്ഥനകൾ നഷ്ടപ്പെട്ട്, ഉപവാസം നഷ്ടപ്പെട്ട്, അതുപോലെ തന്നെ നോയമ്പിൻ്റെ ദിവസങ്ങളിലൊക്കെയും നമുക്ക് നോയമ്പിനെ പറ്റി ഒന്നും അറിയാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ആത്മാവ് പറയുക, കർത്താവ് യേശുക്രിസ്തു വീണ്ടും വരും. ആ വരുന്ന ദിവസത്തിൽ അവൻ്റെ മുമ്പാകെ, ക്രിസ്തുവിൻ്റെ മുമ്പാകെ നമുക്ക് ഓരോരുത്തർക്കും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ദുഷ്ടപിശാച് പലതരത്തിലുള്ള തന്ത്രങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ തകർത്തിരിക്കുക. പലവിധ ചിന്തകൾ കൊണ്ട് സംതൃപ്തി നഷ്ടപ്പെട്ട് ഭാരപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ പ്രാർത്ഥിക്കുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ഉപവസിച്ച് പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.